കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിക്കരുത് എന്ന ലക്ഷ്യത്തോടെ സിപിഐഎം ബിജെപിയുമായും എസ്ഡിപിഐയുമായും ചില ഡിവിഷനുകളിൽ യോജിച്ച് പ്രവർത്തിച്ചുവെന്ന് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിന്റെ തെളിവാണ് ബിജെപിക്ക് 4 സീറ്റ് ലഭിച്ചതും എസ്ഡിപിഐക്ക് 1 ഡിവിഷൻ ലഭിച്ചതുമെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷനെതിരെ നടത്തിയ എല്ലാ പ്രചാരണവും വ്യാജമാണെന്ന് തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ സിപിഎം തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾക്ക് ജനം നൽകിയ തിരിച്ചടിയാണ് കോർപ്പറേഷനിലെ UDFന്റെ വിജയമെന്ന് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നതിനകത്ത് എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്തി കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ പ്രചണ്ഡമായി നിരന്തരമായ പ്രചരണം, പ്രത്യേകിച്ച് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ അതിലിടപെടുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നത് കോർപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളാണ്. എന്നാൽ കോർപ്പറേഷൻ കൗൺസിലിലെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അത് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് സുകന്യ ടീച്ചറുടെ ആണ് പാർട്ടി നേതാവ്. അവരുൾപ്പെടെയുള്ള ആളുകൾ അത്തരം ആരോപണങ്ങൾ ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. എന്നാൽ CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ തന്നെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ കുറെ മുമ്പ് തന്നെ ഞങ്ങളിത് എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും എന്ന വാശിയോടുകൂടി നട്ടാൽ നടക്കാത്ത നുണകൾ പ്രചരിപ്പിച്ചാണ് ഭരണസമിതിക്കെതിരെ സമരത്തിനും അതുപോലെ തന്നെ പ്രചരണത്തിനും കൂട്ടുകൂട്ടിയത്. അതൊന്നും ഫലിക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് അവസാന ഘട്ടത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് മുഴുവൻ വികസനങ്ങളാണ്, ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങൾ എല്ലാ തലത്തു നിന്നും ഭരണസമിതിയെ ശ്ലാഘിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം എത്രയായാലും വിജയിക്കില്ല എന്ന് ബോധ്യമായപ്പോഴാണ് പിന്നീട് അവസാനത്തെ ഘട്ടത്തിൽ ഒരു AI വീഡിയോയുമായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയത്. CPM ആണത് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ അത് വിശ്വാസത്തിലെടുക്കാൻ കണ്ണൂരിലെ വോട്ടർമാർ തയ്യാറായിട്ടില്ല. അവരെ നിഷ്കരണം പരാജയപ്പെടുത്തുന്നതാണ് കണ്ടത്. 19 സീറ്റുണ്ടായിരുന്ന ഇടതു മുന്നണിക്ക് അത് 15ലേക്ക് ചുരുക്കി കെട്ടുന്നത് നമ്മൾ കാണാൻ കഴിഞ്ഞു. ഏതായാലും ഇത്തരമൊരു വിജയം ഉണ്ടാകുമ്പോൾ മൊത്തമായ വിജയങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അതൊന്ന് വിശകലനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ CPM എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് അത്ഭുതത്തോടെ നിരീക്ഷിക്കേണ്ടി വരും. ഒരു വശത്ത് BJPയുമായിട്ടുള്ള ബാന്ധവം നമ്മളൊക്കെ രഹസ്യമായിട്ടാണ് പണ്ട് നടത്തിയെന്നാവും. ഇത് പരസ്യമായ ബാന്ധവം. കാരണം CPM അത് ചെയ്തിരിക്കുന്നത് UDFന്റെ വോട്ടുകൾ, സീറ്റുകൾ, കോൺഗ്രസിന്റെ സീറ്റുകൾ, മുസ്ലിം ലീഗിന്റെ സീറ്റുകൾ, അതിൽ ആ സ്ഥലങ്ങളിൽ CPMന് വിജയിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമുള്ള സ്ഥലത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്തുക എന്ന സമീപനം ഓപ്പണായിട്ട് സ്വീകരിക്കുന്നതാണ് കണ്ടത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ BJPക്കും മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ SDPIക്കും ആവശ്യത്തിനനുസരിച്ച് വോട്ട് മറിച്ചു നൽകുന്ന പണിയാണ് CPM ചെയ്തിട്ടുള്ളതെന്നും കേരളത്തിലെ CPM ക്രമേണ BJPയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ UDFനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുമെന്ന പഴയ EMSന്റെ പ്രഖ്യാപനം നടപ്പിലാക്കുകയാണ് ഇവിടത്തെ CPMകാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മുൻ മേയറും UDF കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ, ജനറൽ കൺവീനർ MP മുഹമ്മദ് അലി, സുരേഷ് ബാബു എളയാവൂർ, രാഹുൽ കായ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.